വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം വ്ലോഗ്. ഞാനും നീയും ഒന്നാണേ, ഭാഗം 60. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആശ്വാസമാണ്, സമാധാനമാണ്. എൻ്റെ കുഞ്ഞു കുടുംബം എപ്പോഴും എൻ്റെ കൂടെയുള്ളത്, അത് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. പ്രത്യേകിച്ച് സൂര്യേട്ടൻ്റെ ഈ ചൂടേറ്റ് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അതെനിക്ക് എത്ര പട്ടുമെത്തയിൽ കിടന്നാലും കിട്ടില്ല. അവൾ പറഞ്ഞു. അവൻ ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു. ഊട്ടിയിലെ ആ തണുപ്പിൽ വീണ്ടും സൂര്യൻ അവളിലേക്ക് പടർന്നു കയറി. ഗ്ലാസ് വാൾ ആയതുകൊണ്ട് വെളിച്ചം മുഖത്തടിച്ചപ്പോഴാണ് മയൂരി കണ്ണു തുറന്നത്. ശരീരമെല്ലാം നന്നായി വേദനിക്കുന്നു. അപ്പോഴാണ് അവളുടെ നെഞ്ചിൽ, അവളുടെ നഗ്നമായ മാറിൽ മുഖം ചേർത്ത് വെച്ച് ഉറങ്ങുന്ന സൂര്യനെ കണ്ടപ്പോൾ അവൾക്ക് കുഞ്ഞു പെണ്ണിനെയാണ് ഓർമ്മ വന്നത്. അവൾ പതിയെ തല ഉയർത്തി ബെഡിലേക്ക് നോക്കി. കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കാണ്. പിന്നെ സൂര്യനെയും നോക്കി. സൂര്യനും നല്ല ഉറക്കം തന്നെയാണ്. അവൾ കൈയെത്തിച്ച് ഫോണെടുത്ത് നോക്കി. സമയം നോക്കിയപ്പോൾ 7 മണി കഴിഞ്ഞു. അവൾ പതിയെ എഴുന്നേക്കാൻ നോക്കിയപ്പോൾ അതിന് സമ്മതിക്കാതെ അവൻ അവളെ പിടിച്ചു കിടത്തി. സൂര്യട്ടാ, അപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? അവൾ ചോദിച്ചു. എങ്ങനെ ഉറങ്ങാനാണ്? ഇത്രയും നേരം നിന്റെ ചൂടിൽ കിടന്നിട്ട് പെട്ടെന്ന് ആ ചൂടിൽ നിന്നും അകന്നു പോകുമ്പോൾ ഉറക്കം വരുമോ എനിക്ക്? അവൻ പറഞ്ഞു. സൂര്യേട്ടാ, വേഗം അനന്തേട്ടനെ വിളിക്ക്, താഴേക്ക് ചെല്ല്. ആരെങ്കിലും അന്വേഷിച്ച് വന്നാൽ ശരിയാവില്ല. പെട്ടെന്ന് കയറാനൊക്കെ ബബിക്ക് ബുദ്ധിമുട്ടായിരിക്കും, മയൂരി പറഞ്ഞു. അവൻ ബ്ലാങ്കറ്റ് കൊണ്ട് വീണ്ടും മൂടിക്കൊണ്ട് അവളുടെ മാറിലേക്ക് ചേർന്നു. വല്ലാത്തൊരു മണമാണ് ഇപ്പോൾ എൻ്റെ പെണ്ണിന്. അത് എന്നെ വല്ലാതെ മത്തു പിടിപ്പിക്കുന്നു, എന്നെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. എനിക്ക് പോകാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ മുഖം അവളുടെ മാറിൽ ഉരച്ചു. അവൻ്റെ മീശയും താടിയും എല്ലാം അവളുടെ മാറിൽ ഇക്കിളി കൂട്ടുന്നുണ്ടായിരുന്നു. അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞുപോയി. അവളുടെ തല പുറകിലേക്ക് പോയി. വീണ്ടും വികാരത്തിന് ചൂട് പിടിക്കുന്നത് പോലെ അവന് തോന്നി. അവൻ അവളെ നോക്കി കണ്ണുകളടച്ച് അവനിൽ അടിമപ്പെട്ട് കിടക്കുന്നത് പോലെ തോന്നിയതും അവൻ വീണ്ടും അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചുകൊണ്ട് അവളുടെ മാറിനെ നുണഞ്ഞുകൊണ്ട് അവളിലേക്ക് വീണ്ടും ചേരുകയായിരുന്നു. ദീർഘനേരത്തെ സംഗമത്തിന് ശേഷം അവൻ അവളിലേക്ക് കിതപ്പോടെ വീഴുമ്പോൾ അവളെ ചേർത്ത് പിടിക്കാനും അവൻ മറന്നില്ല. അവൻ്റെ ആ കിതപ്പ് മാറിയതും അവൻ അവളെ നഗ്നമായ വയറിൽ മുഖം ചേർത്തുകൊണ്ട് കിടന്നു. അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ ഓടി നടന്നുകൊണ്ടിരുന്നു. അപ്പോഴേക്കും സൂര്യൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. കുഞ്ഞുറങ്ങുന്നത് കൊണ്ട് സൂര്യൻ ഫോൺ വൈബ്രേഷനിലാണ് ഇട്ടിരിക്കുന്നത്. അവൻ ഫോൺ എടുത്ത് നോക്കി. ഫോൺ എടുത്തതും അനന്തനായിരുന്നു. എഴുന്നേറ്റില്ലേ സൂര്യ? അനന്തൻ ചോദിച്ചു. ആ ഏട്ടാ, ഞാൻ എഴുന്നേറ്റു, ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് മയൂരിയുടെ അടുത്തേക്ക് വന്നു. നേരെ കിടന്നു. അവളെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട്, നീ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ, അവൻ പറഞ്ഞു. ഇവിടെ ഒരു വാഷ്റൂം ഉണ്ടായത് എന്തായാലും നന്നായി, വേഗം ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, അവൻ പറഞ്ഞതും അവൾ അവളുടെ മേലെയുണ്ടായിരുന്ന ബ്ലാങ്കറ്റ് കൊണ്ട് തന്നെ മൂടി എഴുന്നേറ്റു വാഷ്റൂമിലേക്ക് പോയി. അവൾ ഫ്രഷായി വരുമ്പോൾ കാണുന്നത് കുഞ്ഞിൻ്റെ അടുത്ത് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന സൂര്യനെയാണ്. കുഞ്ഞിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കുന്നത് കണ്ടു. അവളെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെപ്പോലെയാണല്ലേ നമ്മുടെ കുഞ്ഞ്? അവൻ ചോദിച്ചു. ആണോ? അവൾ ചോദിച്ചു. ആണ്, നമ്മുടെ രണ്ടുപേരുടെയും നുണക്കുഴിയെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ കൂടുതലും ഈ മൂക്കും ചുണ്ടും എല്ലാം എൻ്റെയാണെന്ന് തോന്നുന്നു. നിനക്കെന്ത് തോന്നുന്നു? സൂര്യൻ ചോദിച്ചു. എനിക്കറിയില്ല, അവൾ പറഞ്ഞു. അതെന്താ? നിനക്കാണല്ലോ നന്നായിട്ട് അറിയേണ്ടത്. എൻ്റെ ബോഡി സ്കാനിങ്ങും എക്സ്റേയും എല്ലാം നടത്തിക്കഴിഞ്ഞാൽ നിനക്കല്ലേടി പെണ്ണെ അറിയാൻ പറ്റുന്നത്. നിന്റെ ശരീരം മുഴുവനും എനിക്ക് കാണാപ്പാടമായതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞ് എന്നെപ്പോലെയാണെന്ന് ഞാൻ പറഞ്ഞത്, സൂര്യൻ പറഞ്ഞു. ആയിക്കോട്ടെ മോളെ, അച്ഛനെടുത്തോ, മോനെ ഞാൻ എടുത്തോളാം, അപ്പോൾ അവന് എൻ്റെ മുഖഛായ കിട്ടിക്കോളും, മയൂരി പറഞ്ഞതും സൂര്യൻ ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ നേരെ കിടത്തി. ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അപ്പോൾ മോനെ സ്വീകരിക്കാൻ റെഡിയാണോ? അവൻ ചോദിച്ചതും ആദ്യം മോളുടെ പാലുകുടിയെല്ലാം കഴിഞ്ഞ് മോളൊന്ന് പതിയെ നടന്നു തുടങ്ങട്ടെ, എന്നിട്ട് അടുത്ത ആളെക്കുറിച്ച് ആലോചിക്കാം. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത് മറന്നോ? എനിക്ക് ഒരുപാട് കുട്ടികൾ വേണം, അപ്പോൾ വേഗം വേഗം തരാം. ഒരാൾ കഴിയുമ്പോൾ
കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തിട്ട് അടുത്ത ആൾ. അങ്ങനെ റെസ്റ്റ് എടുക്കാൻ ഒരു 6 മാസം ഗ്യാപ്പ് തരാം. അവൻ പറഞ്ഞതും അവൾ അവൻ്റെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനേ മിഷീനൊന്നുമല്ല. കുഞ്ഞിപ്പെണ്ണിനെ മാത്രമല്ല, എൻ്റെ സൂര്യേട്ടനെ നോക്കണ്ടേ. അപ്പോൾ ഈ ഗർഭിണി പോലെ എപ്പോഴും ഇരുന്നാലേ അതിന് സമയം കിട്ടില്ല. അതുമാത്രമല്ല, ഞാൻ പെട്ടെന്ന് മരിച്ചു പോകും. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ തന്ന സൂര്യേട്ടൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. അവൾ പറഞ്ഞതും അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിലും 2 കണ്ണിലും ചുണ്ടിലും കവിളിലും എല്ലാം ചുംബിച്ചു. വീണ്ടും ഫോൺ വൈബ്രേറ്റ് ചെയ്തതും അവൻ എടുത്തു നോക്കിയപ്പോൾ അനന്തനാണ്. എടാ, അച്ഛൻ വിളിച്ചിരുന്നു, പുറത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അനന്തൻ പറഞ്ഞതും ഹരി വേഗം ഡോറ് താഴേക്ക് തുറന്നു. അപ്പോഴേക്കും അനന്തൻ ലാഡർ എടുത്ത് വെച്ചിരുന്നു. ആദ്യം ഭവ്യയെ വളരെ ശ്രദ്ധയോടെ മുകളിലേക്ക് കയറ്റി. സൂര്യൻ്റെ കൈ പിടിച്ചുകൊണ്ട് ശ്രദ്ധയോടെ തന്നെയാണ് അവൾ കയറിയത്. അതിനുശേഷം സൂര്യൻ താഴേക്കിറങ്ങി. ഡോറ് ക്ലോസ് ചെയ്തുകൊണ്ട് ലാഡർ മാറ്റി വെച്ചുകൊണ്ട് അവർ താഴേക്ക് ചെന്നു. എൻ്റെ സൂര്യ, എത്ര നേരമായി ഞാൻ വിളിക്കുന്നു? അനന്തൻ ചോദിച്ചു. ഇത്രയും നാളും നീ ഉള്ളിൽ കൊണ്ടു നടന്ന നിന്റെ സ്നേഹവും പ്രണയവും എല്ലാം അവളിലേക്ക് ചൊരിഞ്ഞു എന്ന് തോന്നുന്നു. അതിൻ്റെ അടയാളം പോലെ കാണാനുണ്ട് എന്ന് പറഞ്ഞ് അനന്തൻ ഹരിയുടെ കഴുത്തിലൊന്ന് തൊട്ടു. ഇതിപ്പോൾ എല്ലാവരും കാണുമെന്ന് തോന്നുന്നു. അനന്തൻ പറഞ്ഞതും സൂര്യൻ ചിരിച്ചുകൊണ്ട് ഫ്രഷ് ആവാനായി കയറി. അവൻ ഫ്രഷായി ഇറങ്ങിയതും അനന്തനും സൂര്യനും കൂടി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് സതീഷേട്ടനെ വിളിച്ച് മയൂരിക്കും ഭവ്യയ്ക്കും ചായ കൊടുക്കാൻ പറഞ്ഞേൽപ്പിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കൂടി വന്നിട്ട് കൊടുത്താൽ മതിയെന്ന് സൂര്യൻ പറഞ്ഞു. അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അച്ഛനും മുത്തശ്ശിയും കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അടുത്ത് വന്നിരുന്നു. എടാ മോനെ, ആ വംശി, അവളെ മിക്കവാറും ഞാൻ ചവിട്ടി കൂട്ടും. മുത്തശ്ശി പറഞ്ഞതും എല്ലാവരും മുത്തശ്ശിയെ നോക്കി. അച്ഛൻ ചെറിയൊരു പുഞ്ചിരിയോടെ ഇരിക്കുകയാണ്. എന്താ അച്ഛാ, എന്താ കാര്യം? അനന്തൻ ചോദിച്ചു. നീ ഇന്നലെ സൂര്യൻ്റെ റൂമിൽ കിടന്നുറങ്ങിയത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. മുത്തശ്ശി പറഞ്ഞതും അനന്തൻ നെറ്റിച്ചൊളിച്ച് അച്ഛനെ നോക്കി. അത് അമ്മയുടെ അടുത്ത് അവൾ പരാതി പറഞ്ഞു. ഇത്രയും ദിവസം നീ അമ്പലത്തിലൊക്കെ നടന്നിട്ട് ഇപ്പോഴും അവളുടെ അടുത്ത് ചെല്ലുന്നില്ല എന്ന് അമ്മ വന്ന് ചീത്ത പറഞ്ഞു. നീയെങ്ങാനും സന്യാസി ഗണത്തിലേക്ക് പോയോ എന്ന് അമ്മയ്ക്കൊരു സംശയമുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, അവൻ സന്യാസിയല്ല എന്നും അവൻ ഇപ്പോൾ അവൻ്റെ ഭാര്യയും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടാവും എന്ന് എനിക്ക് പറയാൻ തോന്നിയിരുന്നു. പിന്നെ വേണ്ട എന്ന് കരുതി മിണ്ടാതിരുന്നതാ. പക്ഷേ മിക്കവാറും അവൾ എൻ്റെ കൈകൊണ്ട് തന്നെ ചാകും. അവൾ കാരണം ഇപ്പോൾ എൻ്റെ മരുമോളെ പേടിച്ചാ ഞാൻ നടക്കുന്നത്. എന്തു വന്നാലും എൻ്റെ തലയിലൊക്കെ കയറുന്നത്. നിനക്ക് നിൻ്റെ ഭാര്യയെ കാണാനും സംസാരിക്കാനുമാണാടാ ഞാൻ ഈ റിസ്ക് എടുത്തത്. എന്നിട്ടിപ്പോൾ ഞാൻ എൻ്റെ മരുമോളെ പേടിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ അമ്മായിമ്മ പോരല്ല, മരുമകൾ പോരാ നടക്കുന്നത്. മുത്തശ്ശി പറഞ്ഞതും സൂര്യനും അച്ഛനും ഒന്ന് ചെറുതായി ചിരിച്ചു. എന്നാൽ അനന്തൻ്റെ മുഖം അപ്പോഴും ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരിക്കുകയായിരുന്നു. എന്താടാ, എന്താ? അച്ഛൻ ചോദിച്ചു. അവൾക്ക് അവളുടെ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞു വന്നത് നിർത്തിക്കൊണ്ട് അനന്തൻ അവിടെ നിന്നും എഴുന്നേറ്റു. അവൻ ഗാർഡനിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടതും സൂര്യ, അവനാകെ ദേഷ്യത്തിലാണ്. അച്ഛൻ പറഞ്ഞതും സൂര്യൻ അനന്തൻ്റെ അടുത്തേക്ക് ചെന്നു. സൂര്യൻ അങ്ങോട്ട് നടക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞ് മുകളിലേക്ക് ഒന്ന് നോക്കി. ആ ഗ്ലാസ് വാളിലേക്ക് നോക്കിയാൽ അവിടെ മയൂരിയും ഭവ്യയും ഉണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്ന് തോന്നി. ഇന്നലെ താനും തൻ്റെ പെണ്ണും അവിടെ പൂർണ്ണ നഗ്നരായി ശരീരങ്ങൾ തമ്മിൽ ഒന്നു ചേർന്ന് ആ ബ്ലാങ്കറ്റിനുള്ളിൽ നിന്നും ഗ്ലാസ് വഴി പുറത്തേക്ക് നോക്കിയിരുന്നത് അവൻ ഓർത്തു. അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. പിന്നെ അവൻ അനന്തനെ നോക്കി. എന്താനന്ദേട്ടാ, നീ കേട്ടില്ലേ അച്ഛൻ പറഞ്ഞത്? അവൾക്ക് അവളുടെ സൂക്കേട് തീർക്കാൻ ആരും കിട്ടാതാവുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. പക്ഷേ അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവളുടെ ആ വിഷമം മാറ്റി കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല സൂര്യ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളുടെ കാര്യം ഇവിടെ പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ അമ്മ തന്നെ അവളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. എനിക്ക് അവളെ കാണുന്നതേ വെറുപ്പാണ്. എനിക്ക് അറപ്പാണ്. എനിക്ക് ഇപ്പോഴും എൻ്റെ പെണ്ണിൻ്റെ കൂടെ കിടക്കുമ്പോൾ ചെറിയൊരു കുറ്റബോധം എനിക്ക് തോന്നാറുണ്ട്. അവളെ ഞാൻ സ്നേഹിച്ചത് കൊണ്ടും അവളുടെ ശരീരം ഞാൻ സ്വന്തമാക്കിയത് കൊണ്ടും എൻ്റെ പെണ്ണ് എല്ലാ പരിശുദ്ധിയോടും കൂടിയാണ് എന്നെ സ്വീകരിച്ചത്. അതുപോലുള്ള ആ വൃത്തികെട്ടവളെ പോലെ ഒരു പെണ്ണിനെ സ്നേഹിച്ച് എൻ്റെ ശരീരം പങ്കുവെച്ചിട്ടാണല്ലോടാ ഞാൻ എൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് ചെന്നത്. ഇപ്പോഴും അതൊരു കുറ്റബോധം പോലെ എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെയൊന്നും പറയല്ലേ ഏട്ടാ, അറിയാതെ സംഭവിച്ചതല്ലേ. ഇനി അതിനെപ്പറ്റിയല്ല പറയേണ്ടത്. എത്രയും പെട്ടെന്ന് വംശിയുടെ തനി സ്വഭാവം
ഇവിടെ എല്ലാവരെയും കാണിക്കണം. അതിനു മുന്നേ ഋഷിയുടെ ആ കേസിൻ്റെ കാര്യം ഒന്നുകൂടി ഏട്ടനുമായിട്ട് സംസാരിക്കണം. അവന് തൂക്കുകയർ വാങ്ങിക്കൊടുത്തതിന് ശേഷം എല്ലാവരോടും പറയാമെന്നാണ് കരുതിയത്. പക്ഷേ ഏട്ടൻ പറഞ്ഞതുപോലെ ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ എല്ലാം നമ്മുടെ വീട്ടുകാരോട് പറയണം. അവർ കൂടെ നിൽക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അതിനു മുമ്പ് അവളെ സഹായിക്കുന്ന ആരോ ഒരാൾ ഇവിടെയുണ്ട്. അല്ലെങ്കിൽ ഋഷികേശ് ജയിലിൽ പോയിട്ടും ഇപ്പോഴും അവൾ ആത്മവിശ്വാസത്തോടു കൂടി നമ്മളെ കാണുന്നുണ്ടെങ്കിൽ, അവൾ എന്തൊക്കെയോ കരുക്കൾ നീക്കുന്നുണ്ടെങ്കിൽ അവളെ സഹായിക്കാനായിട്ട് ഉറപ്പായിട്ടും ഒരാളുണ്ട്. അയാളെ കണ്ടുപിടിക്കണം. അതാണ് അടുത്തത് ചെയ്യേണ്ടത്. അതിനെനിക്ക് അവളുടെ ഫോണൊന്ന് വേണം. ഏട്ടന് പറ്റുമോ അവളുടെ ഫോൺ എടുത്തു തരാൻ? സൂര്യൻ അനന്തനോട് ചോദിച്ചു. ഞാനൊരു പോലീസുകാരനാണ്. അവളുടെ ഫോണെന്നല്ല, അവളുടെ സകല ഡീറ്റെയിൽസ് വേണമെങ്കിലും ഞാൻ നിനക്ക് എടുത്തു തരാം. പക്ഷേ അവളുടെ ഒപ്പം നിൽക്കാൻ എന്നോട് പറയരുത്. അനന്തൻ പറഞ്ഞതും ഒരിക്കലില്ല. അവളുടെ ഒപ്പം ഇനി എൻ്റെ ഏട്ടൻ നിൽക്കില്ല. എൻ്റെ ഏട്ടനെ അവളൊന്ന് തൊടുക പോലുമില്ല. പോരെ? എന്നാ വാ, ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതിനു മുമ്പ് നമ്മുടെ പെണ്ണുങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണ്ടേ? രണ്ടുപേർക്കും നല്ല ക്ഷീണമുണ്ടാകും. സൂര്യൻ പറഞ്ഞതും അനന്തൻ ഒന്ന് ചിരിച്ചു. രണ്ടുപേരിലും നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു ആ സമയം. രണ്ടുപേരും അച്ഛനെയും മുത്തശ്ശിയെയും കൂട്ടിയാണ് ചെന്നത്. അപ്പോൾ ഏട്ടത്തിയും അമ്മയും എല്ലാം എടുത്തു വയ്ക്കുന്ന തിരക്കിലായിരുന്നു. സൂര്യൻ അപ്പോൾ സതീഷിനെയും മീനാക്ഷി ചേച്ചിയെയും നോക്കിയത്. ഒരു ബൗളം പിടിച്ചുകൊണ്ട് സതീഷേട്ടൻ ഡൈനിങ് റൂമിലേക്ക് വരുമ്പോൾ സൂര്യൻ സതീഷേട്ടനെ നോക്കിയതും മനസ്സിലായതുപോലെ അദ്ദേഹം തലയനക്കി. അവൻ അനന്തനെ നോക്കിയതും അനന്തൻ ഫോണെടുത്ത് സൂര്യൻ്റെ ഫോണിലേക്ക് റിങ് ചെയ്തു. ഫോൺ റിങ് ചെയ്തതും അവൻ ഫോണിൽ സംസാരിക്കാൻ വേണ്ടി എന്നതുപോലെ അവിടെ നിന്നും മാറിപ്പോയി. മോനെ സൂര്യ, ഫോൺ വച്ചിട്ട് ഭക്ഷണം കഴിക്കുക, അമ്മ പറഞ്ഞു. ഒരു അർജൻറ്റ് കോളാണമ്മേ, ഞാൻ സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് സൂര്യൻ നടന്ന് കിച്ചൻ്റെ ഭാഗത്തേക്ക് ചെന്നു. അപ്പോഴേക്കും മീനാക്ഷി ചേച്ചി അവർക്കുള്ള ഭക്ഷണവും ചായയും വെള്ളവും എല്ലാം പാത്രങ്ങളിലാക്കി ഒരു ബാസ്ക്കറ്റിലേക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സൂര്യൻ അതുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് പോയി. ഫോണിൽ മയൂരിയോട് അത് തുറക്കാൻ പറഞ്ഞതിന് ശേഷം ലാഡൽ വെച്ചുകൊണ്ട് അതിലേക്ക് കയറി. അപ്പോഴേക്കും അത് തുറന്നിരുന്നു. ആ ഗ്യാപ്പിലൂടെ സൂര്യൻ അത് കൊടുത്തുകൊണ്ട് ഡോറടച്ച് തിരിച്ച് ഡൈനിങ് റൂമിലേക്ക് വന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം വംശിയുടെ കണ്ണുകൾ സൂര്യനിലായിരുന്നു. അത് കണ്ടതും അനന്തന് ദേഷ്യം തോന്നി. അവൻ ദേഷ്യത്തോടെ കൈമുഷ്ടി ചുരുട്ടി പിടിക്കുന്നത് കണ്ടതും സൂര്യൻ അവനെയും അവൻ നോക്കുന്ന അടുത്തേക്കും നോക്കി. വംശി തന്നെ നോക്കി നിൽക്കുന്നത് സൂര്യൻ അപ്പോഴാണ് കാണുന്നത്. സൂര്യൻ്റെ മുഖത്തും ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകാൻ തുടങ്ങി. പെട്ടെന്ന് വംശി സൂര്യൻ നോക്കുന്നത് കണ്ടതും മുഖം മാറ്റി. എന്നാൽ അവളെ നോക്കിക്കൊണ്ട് പിന്നെ നോക്കിയത് മുത്തശ്ശിയാണ്. മുത്തശ്ശിയും അതേ ദേഷ്യത്തിൽ തന്നെ ഇരിക്കുന്നത് കണ്ടതും അവൾ തന്നെ നോക്കുന്നത് മുത്തശ്ശി കണ്ടെന്ന് സൂര്യനും മനസ്സിലായി. സൂര്യൻ പുഞ്ചിരിച്ചുകൊണ്ട് മുത്തശ്ശിയെ കണ്ണു ചിമ്മി കാണിച്ചു. ഭക്ഷണം കഴിച്ച് വേഗം അനന്തൻ എഴുന്നേറ്റു. അനന്തൻ വേഗം വംശിയുടെ റൂമിലേക്കാണ് പോയത്. അവളുടെ കയ്യിൽ അപ്പോൾ ഫോണില്ല എന്നറിയുന്നത് കൊണ്ട് റൂമിലുണ്ടാകും എന്ന് കരുതിയാണ് അനന്തൻ ചെന്നത്. റൂമിലെല്ലാം ഫോൺ നോക്കിയതും കാണാതെ വന്നപ്പോൾ അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് അവളുടെ ഫോണിൽ റിങ് ചെയ്തു. അപ്പോൾ ബെഡിനടിയിൽ നിന്നും ആ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടു. അവൻ അതെടുത്തു. ആ ഫോൺ കൊണ്ട് അവൻ സൂര്യൻ്റെ അടുത്തേക്ക് വന്നു. സൂര്യൻ ലാപ്ടോപ്പുമായി വേഗം ഫോൺ കണക്റ്റാക്കി അതിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു. 5 മിനിറ്റിന് ശേഷം സൂര്യൻ ഫോൺ തിരിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വെച്ചോളാൻ പറഞ്ഞു. അതിനു മുമ്പ് അനന്തനോട് അനന്തൻ വിളിച്ച ആ മിസ്ഡ് കോൾ ഡിലീറ്റ് ചെയ്യാനും പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് അവൻ ഫോൺ നേരത്തെ വെച്ചെടുത്ത് തന്നെ കൊണ്ടുപോയി വെച്ചത്. അച്ഛൻ്റെ അടുത്തേക്ക് വന്ന സൂര്യൻ അപ്പോൾ അവളുടെ ഫോണിൽ നിന്ന് എടുത്ത മെസ്സേജും വീഡിയോ മെസ്സേജുകൾ എല്ലാം ഹെഡ്ഫോൺ വെച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏട്ടന് കേൾക്കണ്ടേ അവളുടെ ലീലാവിലാസങ്ങൾ? അവൾ പറയുന്നതെല്ലാം സൂര്യൻ ചോദിച്ചു. എനിക്ക് കേൾക്കണ്ട ആ വൃത്തികെട്ടവളുടെ സംസാരം. അവൾക്ക് ഒരു നോട്ടവുമില്ല. എങ്ങനെ ആരോട് എന്ത് പറയും എന്നൊന്നും അറിയില്ല. ഇവിടെ നീ ഇരിക്കുന്നുണ്ട് എന്നൊന്നും നോക്കില്ല. ചിലപ്പോൾ ഇപ്പോൾ വന്നാൽ എന്നെ കയറി ചുംബിക്കാനും മതി. എനിക്കാണെങ്കിൽ എൻ്റെ കൺട്രോൾ പോയി നിൽക്കാം. ഞാൻ ഒന്ന് കൊടുത്തു പോകും. കണ്ണുകൾ നിറച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യമാണ്. എത്ര പറഞ്ഞാലും അവൾ അത് കേൾക്കണ്ടേ? വൃത്തികെട്ടവൾ. അവളുടെ അഭിനയം. ദേഷ്യത്തോടെ അനന്തൻ പറഞ്ഞു. സൂര്യ, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഭവിക്ക് വേണ്ടിയാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാം. നീ കൂടെ വന്നാൽ ശരിയാവില്ല. ഇവിടെ ആരെങ്കിലും ഒരാൾ വേണം. എന്തെങ്കിലും നിനക്ക് മയൂരിക്ക് വാങ്ങാനുണ്ടോ? അനന്തൻ ചോദിച്ചു. അവൾക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോയെന്ന് ഞാൻ ചോദിച്ചു നോക്കാം. ഏട്ടൻ പൊയ്ക്കോ, ഞാൻ ഏട്ടനെ വിളിച്ച് പറഞ്ഞോളാം, സൂര്യൻ പറഞ്ഞു. സൂര്യനോട് യാത്ര പറഞ്ഞുകൊണ്ട് അനന്തൻ സതീഷേട്ടനെ കൊണ്ടാണ് പുറത്തേക്ക് പോയത്. വീട്ടിലേക്ക് എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. സതീഷേട്ടനെയും കൂട്ടി മാർക്കറ്റിലേക്കാണ് പോയത്.
ഭവ്യയ്ക്ക് വേണ്ട കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസും പിന്നെ അവരുടെ താഴത്തെ ബംഗ്ലാവിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും എല്ലാം അനന്തൻ കളക്ട് ചെയ്തു. സൂര്യൻ വിളിച്ച് കുറച്ച് അവരുടെ ഫാമിൽ നിന്നുള്ള എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസും പിന്നെ കുഞ്ഞിപ്പെണ്ണിന് കണ്ണെഴുതാനായി കൺമഷിയും മയൂരി പറഞ്ഞിരുന്നു. ബാക്കിയെല്ലാം സൂര്യൻ ആവശ്യത്തിൽ കൂടുതൽ അവൻ്റെ പെണ്ണിനുള്ളത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. സൂര്യൻ്റെ റൂമിൽ ഒരു കബോർഡ് നിറച്ച് മയൂരിക്കും ഒരു കബോർഡ് നിറച്ച് കുഞ്ഞിപ്പെണ്ണിനുമുള്ള സാധനങ്ങളാണ്. അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് സൂര്യൻ. ഉച്ചയോട് കൂടിയാണ് അനന്തൻ തിരിച്ചെത്തിയത്. അവൻ എത്തിയതും 2 കവറുകൾ കാറിൽ തന്നെ വെച്ചുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. ഇപ്പോൾ അതുകൂടി എടുത്തുകൊണ്ട് ചെന്നാൽ അമ്മയോ അല്ലെങ്കിൽ ഏട്ടത്തിമാരോ വംശിയോ അത് വാങ്ങി എന്താണെന്ന് തുറന്നു നോക്കും. പിന്നെ അത് തിരിച്ച് കിട്ടില്ല എന്ന് അവൻ അറിയാവുന്നത് കൊണ്ട് അവൻ അങ്ങനെ ചെയ്യുന്നത്. എല്ലാ കവറുകളും സാധനങ്ങളുമായി അവനും സതീശനും കൂടി അകത്തേക്ക് ചെന്നത്. അവൻ അകത്തേക്ക് ചെല്ലുമ്പോൾ സൂര്യനും അച്ഛനും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സൂര്യൻ്റെ ഫോണിലെ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടത്. അവൻ അത് എടുത്തു നോക്കിക്കൊണ്ട് അവിടെ നിന്നും വംശിയെ നോക്കി. വംശി അവിടെ ഇല്ല എന്ന് കണ്ടതും അവൻ പതിയെ എഴുന്നേറ്റ്, അനന്തേട്ടാ ഒന്ന് വരാമോ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്, ബിസിനസ്സിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. അവൻ പോയപ്പോൾ തന്നെ എന്തോ പന്തികേട് തോന്നിയ അനന്തൻ അവൻ്റെ കൂടെ ചെന്നപ്പോഴാണ് അവൻ്റെ ഫോണിൽ നിന്നും ഒരു വോയിസ് റെക്കോർഡിംഗ് കേൾക്കുന്നത്. അതിൽ വംശിയുടെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. അവൾ ഇത്രയും വർഷമായിട്ട് എവിടെയാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പോയി ചത്തോളണം. അറിയാലോ, ഏട്ടൻ ഇറങ്ങുമ്പോഴേക്കും അവളെ എൻ്റെ ഏട്ടൻ്റെ മുന്നിൽ എത്തിച്ചു കൊടുക്കാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഈ ഊട്ടിയിലേക്ക് വന്നതുപോലും അവളെ അന്വേഷിച്ചാണ്. ഇനി അവൾ ഞങ്ങളറിയാതെ ഇവിടെ എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയണം. അതിനുവേണ്ടി അവളെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ എന്നുകൂടി എനിക്ക് സംശയമുണ്ട്. ഞാൻ അതുകൊണ്ട് വേഗം തന്നെ താഴത്തെ ബംഗ്ലാവിലേക്ക് വന്നത്. അവിടെ ഞാൻ ഒന്ന് ചുറ്റും ഓട്ടപ്രദക്ഷിണം നടത്തി ഒന്ന് ചുറ്റും നോക്കി. അവിടെ അവളെ കണ്ടില്ല. ഇനി ഇവിടെയുണ്ടോ എന്ന് നോക്കണം. അതുകൂടാതെ ഇവരുടെ കുറച്ച് റിസോർട്ടുകളും പിന്നെ എസ്റ്റേറ്റുകളും വേറെയുണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് നോക്കണം. അവൾ പറയുന്നത് കേൾക്കുമ്പോൾ അനന്തനും സൂര്യനും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൾ എവിടെയാണെങ്കിലും എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണം. ഏട്ടൻ പരോളിനെ കൊടുത്തിട്ടുണ്ട്. പരോൾ അനുവദിച്ച് കിട്ടിയാൽ ഏട്ടൻ വരുമ്പോൾ ഏട്ടന് മുന്നിൽ അവളെ എനിക്ക് എത്തിച്ചു കൊടുക്കണം. അവളെ സ്വന്തമാക്കിയിട്ട് വേണം എൻ്റെ ഏട്ടനെ തിരിച്ച് വീണ്ടും പരോൾ കഴിഞ്ഞ് ജയിലിലേക്ക് പോകാൻ. പിന്നെ അവൾ കാത്തിരിക്കും. ഇറങ്ങുമ്പോൾ ഏട്ടൻ്റെ കയ്യിലേക്ക് വച്ചു കൊടുക്കാൻ എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞ് അവളുടെ കയ്യിലുണ്ടാകണം. അതാണ് ഏട്ടൻ പറഞ്ഞിരിക്കുന്നത്. എനിക്കത് ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണമെന്ന്. അതുകൂടി ആയതും സൂര്യൻ്റെ ടെമ്പർ തെറ്റി. തൻ്റെ പെണ്ണിൽ അവനൊരു കുഞ്ഞോ? മോനെ ഋഷി, സ്വപ്നം മാത്രമാണ്. പക്ഷേ സ്വപ്നം കാണാൻ പോലും ഞാൻ നിന്നെ ബാക്കി വെക്കില്ല. സൂര്യൻ ദേഷ്യത്തിൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടന്നു. അനന്തൻ അപ്പോഴേക്കും കാറിൽ നിന്നും ആ പാക്കറ്റുകൾ എടുത്ത് സൂര്യൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. ഭക്ഷണം കൊടുക്കുമ്പോൾ കൂടെ കൊടുക്കാം എന്ന് പറഞ്ഞു. ഉച്ചഭക്ഷണവും സൂര്യനും സതീശനും കൊണ്ടുവന്ന് തന്നെയാണ് കൊടുത്തത്. അന്ന് ഊട്ടിയിൽ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തണുപ്പും കൂടുതലായിരുന്നു. ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും സൂര്യനും അനന്തനും വീണ്ടും റൂമിലേക്ക് കയറി. അനന്തൻ വാതിലടച്ചു. മയൂരിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് ഡോറ് തുറന്ന് സൂര്യൻ മുകളിലേക്കും ഭവ്യ താഴേക്കും ഇറങ്ങി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റോറി ഞാൻ പറഞ്ഞു അധികമില്ല, പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നമ്മുടെ പുതിയ കഥ അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാമേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ലൈക്ക് കൂടുന്നതനുസരിച്ച് എനിക്ക് സന്തോഷം കൂടും കേട്ടോ. അപ്പോൾ ലെങ്ത്തും കൂട്ടാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ.